Now we are going to discuss about untensed synthesis and Wolff rearrangement. Untensed synthesis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഹോമോലോഗ് ഓഫ് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ആസിഡിന് RCOOH അതിനെ സയനൈഡ് ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആസിഡ് ക്ലോറൈഡ്സ് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് ഡയസോമീഥേൻ മോളിക്യൂൾസ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറി ഒരു CH ഡയസോ ഗ്രൂപ്പ് ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യാം. ഇനി ഇതിനെ നമ്മൾ സിൽവർ ഓക്സൈഡിൻ്റെ പ്രസൻസിലോ അല്ലെങ്കിൽ എന്താണ് ലൈറ്റിൻ്റെ പ്രസൻസിലോ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നൈട്രജൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകും. എന്നിട്ട് നമുക്ക് ഉണ്ടാകുന്ന സാധനത്തിൻ്റെ പേരാണ് കീറ്റീൻ. ഈ റീഅറേഞ്ച്മെൻ്റ് ആണ് വോൾഫ് റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ സിന്തസിസിൻ്റെ ഇടയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് റീഅറേഞ്ച്മെൻറ്റ് ആണ്. ഓക്കെ, കീറ്റീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇഫ് വി ആഡ് സം വാട്ടർ യു വിൽ ഗെറ്റ് ദ ഹയർ ഹോമോലോഗ് ഓഫ് ആസിഡ്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ആസിഡ് ഇതായിരുന്നു, അതിൻ്റെ ഇടയിൽ ഒരു CH2 ഗ്രൂപ്പ് കയറി. അതാണ് ഇൻ ടോട്ടൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് അൺടെൻസ്ഡ് സിന്തസിസ് ആൻഡ് അബൌട്ട് ദ വോൾഫ് റീഅറേഞ്ച്മെന്റ്. ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന റീഅറേഞ്ച്മെന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആസിഡ് ക്ലോറൈഡ് എടുത്തു, എന്നിട്ട് അതിൻ്റെ അകത്ത് ഡയസോ മീഥെയിൻ ആഡ് ചെയ്യാം. ഡയസോ മീഥെയിൻ്റെ ഈ നെഗറ്റീവ് ചാർജ് CH2 വരുന്ന സ്ട്രക്ചർ എടുക്കുക. എന്നിട്ട് ദിസ് നെഗറ്റീവ് ചാർജ് വിൽ അറ്റാക്ക് ദ കാർബണൈൽ കാർബൺ ആൻഡ് ദ ക്ലോറിൻ വിൽ ഗോ അവേ. ഇങ്ങനെ വരയ്ക്കാം. അല്ലെങ്കിൽ ദിസ് ഇലക്ട്രോൺ ഷിഫ്റ്റഡ് ടു ഓക്സിജൻ. യൂഷ്വലി നടക്കുന്നത് അതാണ്. അപ്പോൾ ഇലക്ട്രോൺ ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരുമ്പോൾ ക്ലോറിൻ എലിമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കാം. ഓക്കെ, എനിവേ ക്ലോറിൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മളിവിടെ 2 മോളിക്യൂൾ ഓഫ് ഡയസോമീഥെയിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മോളിക്യൂൾ ഡയസോമീഥെയിൻ ഇവിടെ ഉള്ളൊരു ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്തെടുക്കും. കണ്ടോ, ഈ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഈ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. CHN ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺ ചാടി അടുത്ത നൈട്രജന്റെ അറ്റത്തേക്ക് പോകും. അതാണ് ഈ വരച്ചിരിക്കുന്നത്. CHന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെ നൈട്രജന് മേലൊരു നെഗറ്റീവ് ചാർജ്. ഇവിടെയും ഡബിൾ ബോണ്ട് ആണ്, ട്രിപ്പിൾ ബോണ്ട് പോയി. ഇനിയാണ് നമ്മുടെ റീഅറേഞ്ച്മെന്റ് വരുന്നത്. റീഅറേഞ്ച്മെന്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സിൽവർ ഓക്സൈഡോ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റിന്റെ പ്രസൻസിലോ ഇത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നൈട്രജൻ പോകും. ഈ പറഞ്ഞ നൈട്രജൻ നമുക്ക് അതിനെ ലിബറേറ്റ് ചെയ്യണം. ഇവിടെ നടക്കുന്നത് ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നൈട്രജൻ നമുക്കറിയാം 2 ട്രിപ്പിൾ ബോണ്ടാണ് അതിൻ്റെ ഇടയിലുള്ള. ഇവിടുത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. പിന്നെ ഒരു ബോണ്ടും കൂടി ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ ഈ ബോണ്ട് ഈ നൈട്രജൻ്റെ പോസിറ്റീവ് ചാർജ് കളയാൻ വേണ്ടിയിട്ട് നൈട്രജൻ അങ്ങനെ എടുക്കും. ഓക്കെ, ഇനി ഈ ആൽക്കൈൽ ഗ്രൂപ്പ്, അപ്പോൾ ഇവിടെ കാർബണിന് ഒരു ബാലൻസി വന്നു, ലൈക്ക് ഒരു ഡെഫിഷ്യൻസി വന്നു. അപ്പോൾ അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്, കാർബണൈൽ ഗ്രൂപ്പിന്റെ ഇപ്പുറത്തുള്ള ഈ ആൽക്കൈൽ ഗ്രൂപ്പിനെ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഈ പെർട്ടിക്കുലർ മൈഗ്രേഷൻ ആണ് നമ്മൾ വോൾഫ് റീഅറേഞ്ച്മെന്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം നോക്കി, ഈ CHന്റെ കൂടെ ഒരു R ഗ്രൂപ്പ്, ഇതിന്റെ ഇടയിലുള്ള ഡബിൾ ബോണ്ട്, പിന്നെ ഒരു കാർബണൈൽ ഗ്രൂപ്പ്. ഇതിനെയാണ് നമ്മൾ കീറ്റീൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കീറ്റീനിലേക്ക് നമ്മൾ പിന്നെ എന്തൊക്കെ ആഡ് ചെയ്യണോ അതനുസരിച്ചിട്ടുള്ള കോമ്പൗണ്ടുകളാണ് വരുന്നത്. സോ ദിസ് ഇസ് എ വോൾഫ് റീഅറേഞ്ച്മെന്റ്. എന്നിട്ട് ഈ കീറ്റീനിലേക്ക് നമ്മൾ വാട്ടർ ആണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് OH മൈനസും H+ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ OH മൈനസ് എന്നുള്ളത് ഈ കാർബണിലേക്കാണ് പോകുന്നത്. അതാണ് കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകും. H+ ഈ കാർബണിലേക്ക് പോകും. അപ്പോൾ നമുക്ക് CH2 COOH. ഇപ്പോൾ ഈ വാട്ടറിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്നത് ആൽക്കഹോൾ ആണെങ്കിൽ RO മൈനസ് ആൻഡ് H+ ആയിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ H+ എവിടെ പോകും? ഈ CHലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇത് കിട്ടും RCH2 C ഡബിൾ ബോണ്ടോ, പിന്നെ OR എങ്ങോട്ടേക്കാണ് പോണേ? ആ കാർബണിലേക്ക് പോണേ. സോ യു വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് എസ്റ്റർ. ഇതിന്റെ ഈ ആസിഡിന്റെ ഹയർ ഹോമോലോഗ് ആയിട്ടുള്ള എസ്റ്റർ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് അമോണിയ ആണെന്ന് വിചാരിക്കും. അമോണിയ ആണെങ്കിൽ അതിൻ്റെ NH2 മൈനസ് ഉണ്ടാവും, H+ ഉണ്ടാവും. അപ്പോൾ H+ എങ്ങോട്ടേക്കാണ് പോണേ? CHലേക്ക്. അപ്പോൾ RCH2 C ഡബിൾ ബോണ്ട് O, പിന്നെ ആരാളെ NH2 ആളെ. അപ്പോൾ NH2 ഈ കാർബണിലേക്ക് വരും. സോ ഇതെന്താ കിട്ടിയേ? ഒരു അമൈഡാണ് കിട്ടിയത്. അപ്പോൾ ഹയർ അമൈഡ്, എസ്റ്റർ, ആസിഡ് ഇതെല്ലാം നമുക്ക് അൺടെൻസ്ഡ് സിന്തസിസ് വഴി ഉണ്ടാക്കാം. അതിൻ്റെ ഇടയിലുള്ള ഒരു റീഅറേഞ്ച്മെന്റ് പ്രോസസ്സാണ് വോൾഫ് റീഅറേഞ്ച്മെന്റ്. ഇതിൻ്റെ അകത്ത് ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ മൈഗ്രേഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. ആൽക്കൈൽ ഗ്രൂപ്പ് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ നൈട്രജൻ പുറത്തേക്ക് പോകും. ഈ ബോണ്ട് ഇതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു ഡബിൾ ബോണ്ടായിട്ട് വരും. സോ ദാറ്റ് ഈസ് അബൌട്ട് അൺടെൻസ്ഡ് സിന്തസിസ് ആൻഡ് വോൾഫ് റീഅറേഞ്ച്മെന്റ്.